കുവൈത്തിൽ ഏറ്റവും വലിയ ദുരന്തം നടന്നിട്ടും 10-24 മലയാളികൾ മരിച്ചിട്ടും ഇപ്രാവശ്യം മാറ്റിവെക്കണം എന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ ലോകകേരള സഭ നടത്തി. ആ സഭയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രഹസനമായി പാർട്ടിക്കാർക്കും പാർട്ടിക്ക് പണം കൊടുക്കുന്നവർക്കും പിന്നെ പേരിന് ചില ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാമാങ്കം എന്നതിൽ കവിഞ്ഞ് സാധാരണ പ്രവാസികൾക്ക് ഇന്ന് വരെ ലോക കേരള പ്രവാസ സഭ നടന്നതുകൊണ്ട് ഒരു ഗുണവും ഇന്ന് വരെ പ്രവാസികൾക്ക് ഉണ്ടായിട്ടില്ല. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ നമ്മൾ അതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത ഒരു പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ വീടില്ലാത്ത പ്രവാസികൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതാണ്. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ചിരിയാണ് വന്നത്. കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടത് പ്രവാസികളെയായിരുന്നു. പ്രവാസികളെ ചെയ്ത ചെയ്തികളെ കുറിച്ച് ഞാനൊന്നും ഇപ്പം പറയുന്നില്ല. പക്ഷെ ആ പ്രവാസികളായിരുന്നു ഏറ്റവും കൂടുതൽ കേരളത്തിലെ ജനങ്ങളെ സഹായിക്കാൻ സർക്കാരിനോടൊപ്പം നിന്നത്. കേരളത്തിൽ പ്രളയം വന്നപ്പോൾ കൈ അഴിഞ്ഞ് സഹായിച്ചത് പ്രവാസികളായിരുന്നു. ആ പ്രവാസികൾ കോവിഡ് കഴിഞ്ഞ് കുറെ ആൾക്ക് ജോലി നഷ്ടപ്പെട്ടപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ദുബായിലെത്തിയിട്ട് അദ്ദേഹം വലിയൊരു പ്രസ്താവന ഇറക്കുകയുണ്ടായി. ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഓരോ പ്രവാസിക്കും 6 മാസത്തെ ശമ്പളം കൊടുക്കും എന്നുള്ളത്. ഞാൻ ഇത് വെറുതെ പറയുന്നല്ല. എൻ്റെ മീഡിയ, എല്ലാ മീഡിയയും അന്ന് വലിയ വാർത്തയായിട്ടാണ്. ഇവിടുത്തെ ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അവിടുത്തെ തൊഴിലാളികൾക്ക് ആ ജോലി നഷ്ടപ്പെട്ടാൽ 6 മാസത്തെ ശമ്പളം കൊടുക്കൂ എന്ന് പറയുന്നത് വലിയ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇവിടുത്തെ ഇംഗ്ലീഷ് പത്രം പോലും വലിയ വാർത്തയാണ് കൊടുത്തത്. ഒരാൾക്ക് പോലും ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പോയ ഒരാൾക്ക് പോലും ഇന്ന് വരെ ഒരു കാശ് കൊടുക്കാത്ത മുഖ്യമന്ത്രിയാണ് ഇപ്പൊ പ്രസ്താവന ഇറക്കുന്നത് പ്രവാസികൾക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കും എന്നുള്ളത്. അതൊന്നല്ല, പിന്നെയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഐസക്, ബഹുമാനപ്പെട്ട തോമസ് ഐസക് സാറ് ധനകാര്യ വകുപ്പ് മന്ത്രിയായപ്പോൾ ബജറ്റൊക്കെ ഞാനൊക്കെ മനസ്സിലാക്കിയത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസ്താവന പോലെയല്ല ബജറ്റ് പ്രസംഗം. ബജറ്റ് പ്രസംഗത്തിൽ പ്രവാസികൾക്ക് വേണ്ടി വിദേശത്ത് പ്രവാസികൾ മരിച്ചാൽ അവരുടെ ബോഡി ഫ്രീ ആയി നാട്ടിലെത്തിക്കുമെന്ന് ബജറ്റിൽ ലക്ഷങ്ങൾ കോടികൾ മാറ്റിവെച്ചുകൊണ്ട് ഐസക് മന്ത്രി പ്രസ്താവിച്ച കാര്യം ഇന്ന് വരെ ഞാനിത് ഈ സംസാരിക്കുന്നവരെ ഒരു ബോഡി ഈ പ്രവാസികാര്യ വകുപ്പിനോ അല്ലെങ്കിൽ പിണറായി സർക്കാരിനോ വിദേശ രാജ്യത്ത് നിന്ന് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ ഏറെ സങ്കടകരം. ഇപ്പൊ വീണ്ടും പിണറായി അധികാരത്തിൽ വന്നു. പ്രിയപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, പുതിയ ധനകാര്യ മന്ത്രി, അദ്ദേഹവും കഴിഞ്ഞ ബഡ്ജറ്റിലല്ല അതിന്റെ അപ്പുറത്തെ കഴിഞ്ഞ ബഡ്ജറ്റിൽ അദ്ദേഹം വലിയൊരു പ്രസ്താവന ഇറക്കി. അപ്പൊ പുതിയ ബഡ്ജറ്റ് വരാൻ പോവുകയാണ്. കഴിഞ്ഞ ബഡ്ജറ്റ് അതിന്റെ അപ്പുറത്തെ ബഡ്ജറ്റിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. നമ്മളെ ഏറ്റവും കൂടുതൽ പ്രവാസികളെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ് നമ്മുടെ യാത്രാ പ്രശ്നം. നമ്മളെ നിരന്തരമായി കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നിരന്തരം ആവശ്യപ്പെടുന്ന, പ്രത്യേകിച്ച് അടുത്ത മാസം മുതൽ ജൂലൈ ഓഗസ്റ്റ് മാസം വെക്കേഷൻ ടൈം വരികയാണ്. ഈ വെക്കേഷൻ ടൈമിനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ വിമാന കമ്പനികൾ നമ്മളെ കൊള്ളയടിക്കുന്നത്. ഈദ്, ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ ഇതൊന്നും ഞാൻ പ്രത്യേകം പറയുന്നില്ല. പക്ഷെ ഈ വെക്കേഷൻ ടൈമിന് കൊള്ളയടിക്കുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടി